അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 3 വണ്ടി. ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റത്തെ വണ്ടി ഇറങ്ങി കേട്ടോ, 2014 ഇത് 13 G4 കേട്ടോ. അന്നൊരു വണ്ടിയിൽ ഒരു ടയർ പഞ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നെന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് കുറച്ച് വണ്ടി വരുന്നുണ്ട്. നമുക്കിന്ന് കുറച്ച് വണ്ടി ട്രാൻസ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. എവിടുന്ന് ഡയറക്റ്റ് UK എന്നൊക്കെ നമുക്ക് വണ്ടി വരുന്നുണ്ട്. നേരെ കേരളത്തിൽ ഇറങ്ങേണ്ടത്. അവിടേക്ക് ഇറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കേരളത്തിൽ ഇറങ്ങണത്. കേരളത്തിൽ മലപ്പുറത്ത് പെരിന്തൽമണ്ണക്കാണ് നമുക്ക് വണ്ടി ഇറങ്ങേണ്ടത്. അപ്പോൾ ഇപ്പോൾ സർവീസ് കേരളത്തിലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയി. മലപ്പുറം, കോട്ടക്കല്ല്, കൊച്ചി എല്ലായിടത്തും നമുക്ക് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണക്ക് ഇന്ന് നമ്മളെ 3 വണ്ടി ഇറങ്ങുന്നുണ്ട്. 3 ഇന്നോവയാണ് ഇറങ്ങണത്. ഓക്കെ, പിന്നെ അപ്പോൾ എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബാംഗ്ലൂരൊക്കെ പോയി പർച്ചേസ് ചെയ്യല്. അപ്പം ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് കേരളത്തിൽ ഡയറക്റ്റ് ഇറക്കി വെക്കാന്ന് കരുതിയിട്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. ചെറിയൊരു വ്ളോഗായിട്ട് നമ്മൾ ചെയ്യരുത്. അപ്പം നമ്മൾ നേരെ പെരിന്തൽമണ്ണക്ക് പോവാണ്. അവിടെ നേരെ വട്ടിക്കാട് ഇറങ്ങിയിട്ട് അവിടെ നേരെ കോഴിക്കോട് പാലക്കാട് ബൈപ്പാസിലാണ് യാർഡുള്ളത്. അവിടെയാണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ 8:30 മണിയാകുമ്പോൾ ഇറങ്ങും. ഒരു 7:45 അപ്പോൾ നമ്മൾ നേരെ റെയിൽവേയിൽ പോയിട്ട് അവിടെ നേരെ വട്ടിക്കാട് സ്റ്റേഷനിൽ പോയി ഇറങ്ങും. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് ആ 3 വണ്ടി എടുത്തിട്ട് നേരെ അടുക്ക് വരണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ കാര്യങ്ങളാണ് ചെറിയ വ്ലോഗിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് പോയിക്കാലോ. നമ്മളെ ചങ്ങായി ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് 2 വണ്ടി എടുക്കാണ്ട്, പിന്നെ വണ്ടി നമ്മളെ പാർട്ട്ണർമാരെ വരുന്നുണ്ട്. അപ്പോൾ പോയൊക്കെ നമുക്ക് കേട്ടോ. പട്ടിക്കാട് സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പെരിന്തൽമണ്ണ ബസ് കയറി ബൈപ്പാസിൽ നമ്മൾ ഇറങ്ങി. അവിടുന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓട്ടോ അങ്ങോട്ട് പോന്നിട്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മളെ വണ്ടി കണ്ടു, നമ്മൾ ട്രക്ക് കണ്ടു. ഇതാണ് നമ്മളെ വണ്ടി ഉള്ളത്. 3 വണ്ടിയുണ്ട്. 2014 G4 ഉണ്ട്, 13 V ഉണ്ട്, 14 V ഉണ്ട്. 3 ഇന്നോവ ഉള്ളത്. ഇതിലാണുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ കഴിയും വണ്ടി അൺലോഡിങ്ങിന്. അപ്പോൾ ആള് ചാടിക്കാൻ പോയിക്കാണ്. പിന്നെ ഇത് ഇപ്പം നോക്കി നിങ്ങൾ ഇത്രയുണ്ട്. ഓക്കെ, ഒരു CH ഉണ്ട്, ഒരു പഞ്ചാബ് രജിസ്ട്രേഷൻ ഉണ്ട്, അതുപോലെ HR ഉണ്ട്. 3 വണ്ടിയുള്ളത് നമുക്ക്. വണ്ടി ഇറങ്ങിയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. 3 വണ്ടിയാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ എടുത്തിട്ട് നമ്മൾ നേരെ വണ്ടിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയാം കേട്ടോ. അപ്പോൾ അൺലോഡിങ്ങിൻ്റെ ടൈമിൽ വീടിടാം. വണ്ടി അൺലോഡ് ചെയ്യാൻ പോവാം കേട്ടോ. ഓക്കെ, നമ്മൾ ഈ ഭായിയാണ് ഡ്രൈവർ. ഓക്കെ, വണ്ടി അൺലോഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിലാണ് അൺലോഡിങ് ചെയ്യുന്നത്. അവിടെയൊക്കെ ആകെ ബ്ലോക്കായി. നമ്മളിപ്പോൾ ട്രാഫിക് പോലീസ് ആയിക്കണം. വണ്ടി അവിടെ നിന്ന് കടത്തിയുന്നതൊക്കെ നമ്മൾ തന്നെ കേട്ടോ. നമ്മുടെ അൺലോഡിങ്ങിൻ്റെ സമയമായി കേട്ടോ. ഒരു കിടിലെ അക്കോഡ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഡൽഹി രജിസ്ട്രേഷൻ അക്കോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് മുകളിൽ നമ്മളെ വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു വണ്ടി നമ്മൾ തന്നെയാണ്. ഇതിൽ കിട്ടുന്ന വണ്ടിയിലെ. ഓക്കെ, അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ വണ്ടി ഇറങ്ങി കേട്ടോ. 2014 V ആണ്. ഓക്കെ, നമ്മളെ ഫസ്റ്റത്തെ വണ്ടി കേട്ടോ. ഇത് 13 G4 കേട്ടോ. നേരത്തെ ഇറക്കിയത് 14 V ആണ്. ഇത് 14 V, ഇത് 13 G4. കിട്ടില്ല ലേവിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അന്നൊരു വണ്ടിയിൽ ഒരു ടയർ പഞ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിന് ഇട്ടു കേട്ടോ. ഓക്കെ, നല്ല വണ്ടിയാണ്. 2013 G4. വീല് കാര്യങ്ങളൊക്കെ കിട്ടുന്ന അല്ലെ വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 14 V സെക്കൻഡ് ഓണർ വണ്ടി. ഇത് ഇൻ്റർകൂളറാണ്. 2014 V. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് മച്ചാമാരെ കിട്ടിയിട്ടുണ്ട്. വണ്ടി ഇറക്കാൻ വന്നവരാണ്. പേരെന്നാളി? എൻ്റെ പേര് റിനോ. തൃശ്ശൂർ. ഏതാ വണ്ടിയുള്ളത്? ഇന്നോവ. 2015. പേരെന്താ? നാൻസൺ. ഫ്രാങ്കോ. ഇത് തൃശ്ശൂരിനാണ് വന്നുള്ളത്. ഇവരുടെ വണ്ടിയാണിത്. 2014-15 രജിസ്ട്രേഷൻ G4 ആണ്. വീട്ടിലെ വണ്ടി തന്നെയാണ്. നല്ല വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ടയർ മാറെല്ലാം ആളെ കൊടുത്തു. നമ്മുടെ അടുത്തുള്ള വീൽ സ്പാൻഡർ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ബോക്സ് കൊടുന്ന് ആളെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് മാറ്റിയിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 3 വണ്ടി. ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ 2014 സെക്കൻഡ് ഓണർ ഇൻ്റർകൂളർ വരുന്ന വണ്ടി. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2013 G4 വീല് കാര്യങ്ങളൊക്കെ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇതാണെങ്കിൽ 2014 V സിംഗിൾ ഓണർ വണ്ടി, ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി. 2025 ലാസ്റ്റ് വരെ കമ്പനി സർവീസ് ഉണ്ട്.
ഈ 3 വണ്ടികളാണ് നമുക്ക് ഇന്ന് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിലാണ് വന്നുള്ളത്. ഇത് നമ്മളെ പാർട്ണറാണ്. പിന്നെ ഇതിൽ നമ്മൾ സെക്കൻഡ്, അങ്ങനെ നമ്മൾ 3 ആളാണ് വണ്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിന് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. ഈ 3 വണ്ടി വേണ്ട ഒരു ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ എടുക്കണം, തന്നെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. 3 വണ്ടിയിൽ 2 വണ്ടി ഞാൻ ഓടിച്ച് ഉഷാറാണ്. ഇത് ഓടിച്ചിട്ടുള്ള ഇത് ഓടിക്കും. അതിൻ്റെ റിവ്യൂ ഞാൻ വണ്ടി കൊടുക്കുമ്പോൾ പറയും. സൗണ്ടും കാര്യങ്ങളൊക്കെ നൈസാണ്. എല്ലാം അടിപൊളി വണ്ടിയാണ്, ഉഷാർ വണ്ടിയാണ്. ഈ 3 വണ്ടിയാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ വിളിക്കുക. ഓക്കെ, അത്യാവശ്യം ബോഡികളൊന്നും കുഴപ്പമില്ല, ഒക്കെ ചെറിയ ചെറിയ മൈനോട്ട് വർക്കുകളുള്ളൂ. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ 3 വണ്ടി ഇവിടെ സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കുള്ളൂ വണ്ടി. പിന്നെ വലിയ പണികൾ കാര്യങ്ങളൊന്നുമില്ല, ചെറുതുമ്പോൾ ചെറിയ ചെറിയ ടച്ചപ്പ് ചെയ്യാണ്ട് ബാക്കിയുള്ള ചെറുതാ. 14 V ഒന്നും ചെയ്യാമല്ലോ കേട്ടോ. 13 ആണെങ്കിലും ചെറിയ ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വണ്ടീൻ്റെ എല്ലാ വണ്ടീൻ്റെയും ഇൻറ്റീരിയർ ഭാഗം അത്യാവശ്യം നല്ല വർക്കിംഗ് പക്ക നീറ്റുള്ള വണ്ടികളാണ്. പിന്നെ ഇതാണ് നമ്മൾ സർവീസ് ചെയ്യണമല്ലോ. പക്കള മോലാളി നോക്കി വണ്ടി സാറാക്കൂലേ, സെറ്റപ്പ് ആക്കൂലേ, മിനിക്കൂലേ, ലങ്കു വണ്ടി കണ്ടോ, അതേമാതിരി മിനിക്കി തരുന്നവരാണ്. പിന്നെ അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതാണ് നമ്മളെ ചെറിയൊരു ഷോർട്ട് വ്ളോഗാണ്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ശരി.